ഹലോ, ഇതെൻ്റെ ഫസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. ഞാൻ ഇതുവരെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്തിട്ടില്ല. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ ഫുള്ളി ലൈവായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കറിയില്ല എത്രത്തോളം പ്രാക്ടിക്കൽ ആവുന്നത്. ഞാനിപ്പോൾ ഫേസ് എല്ലാം കഴുകി സെറ്റാക്കി വെച്ചേക്കുവാണ്. അപ്പം ആക്ച്വലി ഡ്രൈ ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ നമുക്ക് ബേസിക് സ്കിൻ കെയർ ചെയ്തിട്ട് വളരെ സിമ്പിളാണ്. ഞാനധികം ഒന്നും ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഈ ബ്യൂട്ടി ഓഫ് ചോസിൻ്റെ ഗ്ലോ സീറം എന്ന് പറയുന്ന സീറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് എനിക്കറിയില്ല, ബട്ട് ഞാൻ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് ഭയങ്കര ലെങ്തി വീഡിയോ ആവാൻ സാധ്യതയുണ്ട്, കാരണം ഞാനിങ്ങനെ സംസാരിച്ച് പിന്നെ എനിക്കിങ്ങനെ അതായത് ക്യാമറയെ നോക്കി ചെയ്യാൻ എനിക്ക് അറിയില്ല ആക്ച്വലി. എസ്പെഷ്യലി കണ്ണൊക്കെ എഴുതുമ്പോൾ ശരിക്കും ഇന്നലെ ഡേ ഓഫ് ആണ്. അപ്പോൾ ജസ്റ്റ് ചുമ്മാ പുറത്തേക്ക് ഒന്ന് പോകാമെന്ന് കരുതി. അപ്പോൾ വല്ലപ്പോഴാണ് എനിക്ക് എന്താ പറയുക റെഡി ആവാനുള്ള ഒരു മൂഡ് തോന്നത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ ഒക്കെ എടുത്തേക്കാം, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ ഒരു മോട്ടിവേഷൻ. പിന്നെ ഒരു എന്തുവാ ഇവിടുത്തെ കലാതെ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് നോക്കുന്നത് തോന്നുന്നുണ്ടാവും. അത് ആക്ച്വലി ഞാൻ മിററിലോട്ട് നോക്കുന്നതാണ്, കാരണം എനിക്ക് ക്യാമറയിൽ നോക്കി പറ്റുന്നില്ല. ഞാൻ പിന്നെ ബ്യൂട്ടി ഓഫ് ചോസിൻ്റെ എല്ലാവർക്കും അറിയാവുന്ന സൺസ്ക്രീൻ, ഞാൻ പല ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അറ്റ് ദ സെയിം ടൈം ഇന്ന് ഞാൻ ഇതാ ചൂസ് ചെയ്തത്, അത്രേ ഉള്ളൂ. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ 3 ഫിംഗർ റൂളൊക്കെ ചൂസ് ചെയ്യണം. ഞാൻ ആദ്യം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ എല്ലാവരെയും പോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ യൂസേജ്, പിന്നെ നമ്മുടെ ഈസി ആപ്ലിക്കേഷൻ, ആസ് യൂഷ്വൽ എല്ലാവരെയും പോലെ തന്നെ ഞാനും ഇതാണ് എൻ്റെ വഴി. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്തോളാം. ഇപ്പോൾ നിങ്ങൾ നോക്കണമെങ്കിൽ ലിപ്സ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചുമ്മാ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യും. എനിക്ക് കുറച്ച് ഇത് കിട്ടും. ഓൾ ഐ നീഡ് ലിപ് സ്ക്രീൻ വന്നിട്ട് ഹൈഫൻ്റെ ഒരു SPF 30 ഉള്ള ഒരു ലിപ് ബാം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ലിപ് ബാം ആയിരിക്കും. ഇത് കുറേ നേരം സ്റ്റേ ചെയ്യും ഏറെക്കുറെ, നമ്മൾ കഴിച്ചില്ലെങ്കിൽ. ഞാൻ പിന്നെ അത് തിന്നാറ് പതിവ്. ഓക്കെ, അപ്പോൾ സൺസ്ക്രീൻ ലൈറ്റ് കഴിഞ്ഞ് ബേസിക് സ്കിൻ കെയർ ഇതാണ്. ഇതിൽ കൂടുതൽ ഞാനൊന്നും ചെയ്യാറില്ല ശരിക്കും. മേലിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സ്കിൻ കെയർ കഴിഞ്ഞു. മേക്കപ്പ് എന്ന ഉള്ള രീതിയിൽ ഞാൻ ഇടാറില്ല. ജസ്റ്റ് ഈ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കളറേഷൻ ഉള്ള ഭാഗത്തൊക്കെ ഞാൻ ചുമ്മാ ഈ കളർ കറക്റ്റർ ആണെന്നറിയില്ല, കറക്റ്റർ മൾട്ടി യൂസേജ് അതിൻ്റെ അടുത്ത് എഴുതിയിരിക്കുന്നത് മേബിലിൻ്റെ. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഡാബ് ചെയ്ത് കൊടുക്കും. ഞാൻ ആക്ച്വലി എനിക്ക് മേക്കപ്പിൻ്റെ ABCD ഇപ്പോഴും അറിയില്ല, ബട്ട് എല്ലാവരും ഫിഗർ ഔട്ട് ചെയ്യുന്ന പോലെ ഞാനും എന്തൊക്കെയോ ഫിഗർ ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കറക്റ്റാണെന്നൊന്നും അറിയില്ല, ബട്ട് എനിക്ക് മാത്രമാണെന്ന് അറിയില്ല. ലൈക്ക് നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡിസ്കളറേഷൻ? എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഇടയ്ക്ക് ഫീൽ ചെയ്യും. ലൈക്ക് എന്നാൽ ഞാൻ അതിന് വേണ്ടി അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുക്കുമോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല കേട്ടോ. ലൈക്ക് ഇപ്പോൾ കണ്ടില്ലേ, ബേസിക് ആയിട്ടുള്ള ഇത് ചെയ്തിട്ട് ചിലപ്പോൾ ഞാൻ ഇതുപോലും ചെയ്യില്ല. എൻ്റെ സ്കിൻ അത്ര പെർഫെക്റ്റും അല്ല, അത് വേറെ കാര്യം. ചുമ്മാ എല്ലാവരും ചെയ്യുന്ന കാണുമ്പോൾ ഒരു ഓക്കെ ഞാനും കൂടി ഒന്ന് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കുന്നതാണ്. ഇത് ബേസിക് ആണ് കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇത്രയും ആണ് കളർ കറക്റ്റ് വെച്ച് ഞാൻ ചെയ്യുന്നത്. ഐസ് ഞാൻ ഡിപ്പെൻഡിങ് ആണ്. ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. വേറെ ഒന്നുമല്ല, ഏതെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള എനിക്കൊരു പാലറ്റ് ഉണ്ട്. പാലറ്റ് എന്തിന് ഞാൻ ഷീറ്റ് ലാമ്പിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്യും. യൂഷ്വലി ഞാനൊരു പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാണ് ചൂസ് ചെയ്യാറുള്ളത്. എനിക്ക് ബ്രഷ് വെച്ചിട്ട് അധികം സംഭവം ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും കൈ വെച്ചാണ് ഡാബ് ചെയ്ത് സെറ്റ് ചെയ്യാറുള്ളത്. അതാണ് എനിക്ക് കംഫർട്ടബിൾ. എനിക്കറിയില്ല ഈ വീഡിയോ എന്തോരം ലെങ്തി ആവുന്നത്, ബട്ട് ഇനി ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഞാൻ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യാറ്. ഇടയ്ക്കൊരു ഗോൾഡൻ ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, കാരണം ചില സമയത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ കണ്ണ് ഭയങ്കര ഡാർക്കായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് സെറ്റായെന്നൊന്നും പറയാൻ പറ്റില്ല, ബട്ട് ഇതാണ് എൻ്റെ സെറ്റായാൽ. ഇനി മെയിൻലി ഞാൻ ബ്ലഷ് ബെനേറ്റിൻ്റെ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബ്ലഷ് യൂസ് ചെയ്യുന്നത്. എനിക്ക് 2 ബ്രാൻഡഡ് ആയിട്ടുള്ളത് ഞാൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ വേറെ ഒരു ഇതും യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ബ്ലഷ്. അത് ബ്ലഷ് എന്ന് പറയാൻ പറ്റില്ലായിരിക്കും, ബട്ട് ഞാൻ ഷീനിൽ നിന്ന് വാങ്ങിച്ചൊരു ബ്രാൻഡൊന്നും അല്ലാത്തൊരു ബ്ലഷ്. പക്ഷേ എനിക്ക് ഇഷ്ടമാണ് ആക്ച്വലി. ഇതാണ് ബേസിക്കലി ബ്ലഷ് അപ്ലിക്കേഷൻ. ഇനി ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുന്നത് റെവല്യൂഷൻ്റെ ഒരു പാറ്റേൺ ലൈക്ക് ബ്ലഷ് ഹൈലൈറ്റർ ബ്രൗൺസർ. അപ്പോൾ ഈ ഹൈലൈറ്ററാണ് ഞാൻ യൂസ് ചെയ്യാറ്. അധികമൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം എനിക്ക് ഈ ഹൈലൈറ്ററും ബ്ലഷും തമ്മിലുള്ള കോൺട്രാസ്റ്റ് ഇടയ്ക്ക് വരില്ല. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ കൂടുതലായിട്ടൊന്നും തോന്നത്തില്ല എന്ന് തോന്നുന്നു, ബട്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ അപ്ലൈ ചെയ്യാറ്. എനിക്കും ഇതിൻ്റെ അകത്ത് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല കേട്ടോ. എനിവേ ഇത് ബേസിക് ആണ്. ഇനി കണ്ണ് എപ്പോഴും എനിക്കൊരു 10-20 മിനിറ്റ് വേണ്ടി വരുന്ന ഒരു സംഭവമാണ് ഐ ചെയ്യാൻ, എസ്പെഷ്യലി ഐലൈനർ ഇടാൻ എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഇല്ല, എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാൻ കണ്ണാടി നോക്കി ചെയ്തിട്ട് സെറ്റാക്കാം. എനിക്ക് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓക്കെ.
പക്ഷേ കൂടുതൽ ചെയ്യാൻ പോയാൽ ഇത് കൂടുതൽ കുളമാകും. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് നോക്കാതിരിക്കുന്നതല്ല. ഇനി ഈ കണ്ണും കൂടെ ഒന്ന് ചെയ്തിട്ട് വരാം. എനിക്ക് കോൺസെൻട്രേഷൻ പോകുന്നുണ്ട് ഇടയ്ക്ക്. എനിക്ക് ഒരിക്കലും രണ്ടും സിമിലർ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഒരെണ്ണം മേലോട്ടാണെങ്കിൽ ഒരെണ്ണം താഴോട്ട് എഴുതിയ ഫീലാണ് എനിക്ക് എപ്പോഴും കിട്ടാറ്. അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും കിട്ടിയിരുന്നത്. ലൈക്ക് രണ്ടും രണ്ട് പോലത്തെ ഒരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇനി നമ്മൾ കൂടുതൽ ഇതിൽ ടച്ച് ചെയ്യാണ്ടിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മളത് പിന്നെ ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ഞാൻ ലൈനർ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. വല്ലപ്പോഴും ഡിപ്പെൻഡിങ് ഓൺ ഏത് ലിപ്സ്റ്റിക് ഇടുന്നതിനനുസരിച്ചിരിക്കും. മസ്കാര വല്ലപ്പോഴും ഇടാറുള്ളൂ. കാരണം എനിക്കിത് കഴിഞ്ഞിട്ട് നമ്മൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈവൻ നമ്മൾ പുറത്ത് ചുമ്മാ പോയിട്ട് വന്നിട്ടാണെങ്കിലും എനിക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത് ഭയങ്കര ഒരു പാടുള്ള കാര്യമാണ്. എനിക്ക് മടിയാണ്. എസ്പെഷ്യലി മസ്കാര കുറേ ടൈം എടുക്കും ലാഷസിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം ചെയ്യാറില്ല. പിന്നെ പറഞ്ഞ മാതിരി എനിക്കങ്ങനെ ഇതൊന്നും ഇടാൻ അറിയത്തില്ല. ഇല്ലേ ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ്. ഞാനിപ്പോൾ ഫേസസ് കാനഡയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. മാറ്റ് വോവ് ലിപ്സ്റ്റിക്. എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി എനിക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ കുറച്ച് ഫ്ലൂയിഡി ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ ആദ്യമേ എൻ്റെ ഇതിൽ ഇതിട്ടാണല്ലോ. ഇത് മാറ്റ് ആണ്. സോ ആക്ച്വലി നൈസ് ഷെയ്ഡ്. ഞാൻ ഒന്നുകൂടി എനിക്ക് ചിലപ്പോൾ എങ്ങനെയൊക്കെ തോന്നും. ലൈക്ക് ആദ്യം ഫ്ലൂയിഡി ആയിട്ട് തോന്നിയത് ഞാൻ ബാം ഇട്ടുകൊണ്ടായിരുന്നു. ഇപ്പോൾ അത് ഓക്കെ ആയി. ഷെയ്ഡ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആർക്കെങ്കിലും ലിപ്സ്റ്റിക്കിൻ്റെ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇഷ്ടപ്പെട്ടു. ഓക്കെ. പിന്നെ പൊട്ട് ഞാൻ ഇടയ്ക്ക് കുത്തും. ഇവിടെ പൊട്ട് ജീൻസിൻ്റെ അങ്ങനെ ആരും കുത്താറില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് വേണ്ടെന്ന് വെക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ഫൈനലി നമുക്ക് റെവല്യൂഷൻ ഒരു ഫിക്സ് ആൻഡ് ഗ്ലോ മേക്കപ്പ് ഫിക്സ് സ്പ്രേയും കൂടെ ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ്. ഇനി എൻ്റെ ഔട്ട്ഫിറ്റും കൂടെ വെച്ചിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഇത് നമുക്കിപ്പോൾ വിൻ്ററാണ്. വിൻ്റർ എന്ന് പറഞ്ഞാൽ മഞ്ഞും മഴയൊന്നും ഇല്ല. പക്ഷേ തണുപ്പുണ്ട് നന്നായിട്ട്. കാറ്റ് വീശുവാണെങ്കിൽ നല്ല തണുപ്പ്. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഇനി നമുക്കൊരു പെർഫ്യൂമും കൂടി അടിക്കാം. എന്നിട്ട് തലമുടി സെറ്റ് ചെയ്യാം. തലമുടി ഞാൻ പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് മുടി സെറ്റ് ചെയ്യുന്നത്. ഡസ്റ്റിൻ്റെ ഒരു പെർഫ്യൂം. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ പെർഫ്യൂമാണ്. ഭയങ്കര സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പെർഫ്യൂം. കാരണം കുറേ നേരം ലാസ്റ്റ് ചെയ്യും. ഇവിടെയൊക്കെയാണ് പെർഫ്യൂം അടിക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എന്നെ തന്നെ സ്മെൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. പെർഫ്യൂം. പിന്നെ ഹെയർ എനിക്ക് നാച്ചുറലി തന്നെ ഒരു വേവി ഹെയർ ആയിട്ടാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം കുറേ നാൾ മുന്നേ കളറൊന്നും ചെയ്യാണ്ട് ഇരുന്നപ്പോൾ എൻ്റെ കളർ ലൈക്ക് ഹെയർ ഒരു എന്താ പറയുക സ്ട്രൈറ്റ് ആയിരുന്നു. ബട്ട് ഇപ്പോൾ കണ്ടില്ലേ, ഞാനൊന്നും ചെയ്തിട്ടല്ല, തന്നെ വേവി ആയിട്ടാണ്. അപ്പോൾ കൂടുതലൊന്നുമില്ല. ചീപ്പെടുക്കുന്നു, ഒരു സൈഡ് ചീവിടുന്നു, അടുത്ത സൈഡ് ഇതുപോലെ തന്നെ ചീപ്പെടുക്കുന്നു, ചീവിടും. ഇതാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഹെയർ. ഞാൻ ഭയങ്കര ഈ കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആണ്. കാരണം ഡൈസൊന്നും എനിക്ക് ഉപയോഗിക്കാനേ അറിയില്ല. ആൾക്കാരുണ്ടെങ്കിലും ഉപയോഗിക്കാൻ അറിയില്ല. അതുപോലെ ഞാൻ പിന്നെ കൂടുതൽ ഹീറ്റ് പ്രോഡക്ട്സ് ഒന്നും തല യൂസ് ചെയ്യാത്തതാണോ നല്ലത്. അങ്ങനെ ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കലാണ് പണി. ഓക്കെ. അപ്പോൾ നമുക്ക് ചുമ്മാ കറങ്ങാമോ. എനിക്കിഷ്ടപ്പെട്ടു. ലിപ് ഷെയ്ഡാണ് എൻ്റെ ഇതിൻ്റെ ഹൈലൈറ്റ്. കാരണം ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക്. എനിക്കെപ്പോഴും ലിപ്സ്റ്റിക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോൾ എൻ്റെ മെയിൻ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് ചേരുന്നില്ലാത്തൊരു ഷെയ്ഡാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പിന്നെ റിട്ടേൺ ചെയ്യുക, അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ബട്ട് ഇറ്റ്സ് എ ഗുഡ് ഷെയ്ഡ്. ഓക്കെ.